താങ്ക് യു കേരള. അവർക്കറിയാം നമ്മള് എല്ലാ മലയാളികളുടെയാണ്. അതുകൊണ്ട് എൻ്റെ മാതാവേ 1 കോടി നന്ദി എൻ്റെ അനിയത്തിയുടെ കല്യാണം നടത്തി തന്നതിന്. അവരിതാണ്ട് വെള്ളത്തിൽ വീഴാതെ ഇങ്ങനെ പയ്യെ നടന്ന് പോകുന്നുണ്ട് കേട്ടോ, മത്സരിക്കുന്നുണ്ടോ. കൊള്ളാം കേട്ടോ. ഇത് പുള്ളിക്കാരൻ ചതവി വീഴുന്നു. രാവിലെ തന്നെ ഇന്നലെ ഇവിടെ നമ്മുടെ ബ്രോ ഉണ്ടാക്കിയ ബീഫ് കറി ഞാൻ രാവിലെ വിശന്നുണ്ട് ഇവിടെ ചൂടാക്കാൻ വേണ്ടി താൻ്റെ പൊറോട്ട ഇന്നലെ അവർ ഉണ്ടാക്കിയതാണ്. ഇന്നലെ ഇത് പാക്കറ്റായിട്ടുള്ള പൊറോട്ട അത് വാങ്ങിയിട്ട് അത് ചൂടാക്കി ഇന്നലെ രാത്രി കഴിച്ചായിരുന്നു. അത് നമ്മൾ താണ്ടെ ഞാൻ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ മാൾട്ടയിലെ പുതിയ എപ്പിസോഡിൽ നിന്ന് സ്വാഗതം പറയാണ്. ഇതാണ് നമ്മുടെ മാൾട്ടയിൽ ഞാൻ താമസിക്കുന്ന ഏരിയ, നൈബർഹുഡിൻ്റെ ഒരു ദൃശ്യമാണ്. ഇവിടെ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, മാൾട്ട എന്ന് പറയുമ്പോൾ 5 ഐലൻഡ്സുമായിട്ട് ഒത്ത് ഉള്ള ഒരു രാജ്യമാണ്. അതിൽ 3 ഐലൻഡിൽ ആളുകളുണ്ട്. ഒന്ന് മാൾട്ട, പിന്നെ സ്വിറ്റ്സർലൻഡായിട്ടുള്ള ഗോസോ, പിന്നെ കമീനോ, പിന്നെ വേറെ 2 ഇൻഹാബിറ്റൻസ് ഇല്ലാത്ത, മനുഷ്യവാസം ഇല്ലാത്ത 2 ചെറിയ ഐലൻഡാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഗോസോ എന്ന് പറയുന്ന ഐലൻഡിലോട്ടാണ്. പിന്നെ അവിടെ നിന്ന് കമീനോ എന്ന് പറയുന്ന മറ്റൊരു ഐലൻഡ് ബീച്ച് ആസ്വദിക്കാൻ വേണ്ടി ആളുകൾ പോകുന്നതാണ്. മാൾട്ടയിലെ ഈ പ്രധാന ഐലൻഡ്, ഇപ്പോൾ താമസിക്കുന്ന ഐലൻഡ്, അതായത് കുറച്ച് ജനസാന്ദ്രത കൂടിയ ഐലൻഡാണ്. അതേസമയം അങ്ങോട്ട് പോകുമ്പോൾ ജനസാന്ദ്രത വളരെ കുറവാണ്. ആ ഐലൻഡുകളിലൊക്കെ ടൂറിസം ധാരാളമുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് കാണിച്ചുതരാം. ബീച്ചൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ബ്രോ പാക്കലാം, ഇതാണ് നമ്മുടെ നെടുമങ്ങാടുള്ള ബ്രോ. ഇവിടെ വേറെ കുറേ പേരുണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നു. ഞാൻ ബാഗ് എടുത്തിട്ട് നമ്മൾ ഗോസോ ഐലൻഡിലാണ് കേട്ടോ പോകുന്നത്. ഞാൻ വിചാരിച്ചു ചിലപ്പം ഗോസോ ഐലൻഡിൽ സ്റ്റേ ആണെന്ന്. എനിക്കറിയാവുന്നുള്ളൊരു പുള്ളിയുണ്ട്, അപ്പോൾ പുള്ളിയുടെ അവിടെ സ്റ്റേ ആണെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടുത്തെ മലയാളികളുടെ അവിടെ ഇതാണ് ആ മലയാളി, പുള്ളിയാണ് കേട്ടോ. ഞാൻ 3 വർഷങ്ങൾക്ക് മുന്നേ മേഘാലയ വെച്ച് കണ്ടുമുട്ടിയതാണ്. പുള്ളിയുടെ വൈഫും സോറി, ഞാൻ വൈഫൈ ചേച്ചിയുടെ അടുത്തൊന്നാണ് കേട്ടോ ചോദിക്കുന്നത്. ഇത് നമ്മുടെ ഹായ് പറ, ഞാൻ അപ്പുറത്തിരിക്കാം, വരുന്നില്ല. പിന്നെ ഇതൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യുന്ന മലയാളികളാണ് കേട്ടോ. ബ്രോന്റെ പേര് പറയും. ജിൻസ്. ഇത് നമ്മുടെ റഫീഖ് ബ്രോ. പിന്നെ ബ്രോന്റെ പേര് മറന്നുപോയി, സോറി, മിഥുൻ ബ്രോ. ഇവരൊക്കെയാണ് കേട്ടോ. പിന്നെ വേറൊരു ബ്രോ ഉണ്ട്, പുള്ളിക്കാരൻ ജർമ്മനിയിലോട്ട് പയ്യെ മൂവ് ചെയ്യും കേട്ടോ. പുള്ളിക്കാരൻ കോട്ടയംകാരി തന്നെയാണ്. ഇവിടെ കുറച്ച് പേര് കോട്ടയംകാർ, കുറച്ച് പേര് പാലക്കാട്, അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ആളുകളാണ്. മാൾട്ടയിൽ എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇവിടുത്തെ കേരളത്തിൻ്റെ പോപ്പുലേഷനാണ് കേട്ടോ. അതായത് ഇവിടെ ഏകദേശം 5 ലക്ഷം ആളുകളാണ് കേട്ടോ ഉള്ളത്. 5 ലക്ഷത്തിൽ 4 ലക്ഷം പേര് ഇവിടുത്തെ ലോക്കൽ മാൾട്ടീസ് ആളുകളാണ്. പിന്നെ മാൾട്ടീസ് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് പരന്ന് കിടക്കുന്നുണ്ട്. പിന്നെ അതിൽ ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ 1.25 ലക്ഷത്തോളം പേര് ഫോറിനേഴ്സാണ് കേട്ടോ. ഫോറിനേഴ്സായിട്ടുള്ള ആളുകൾ ഇവിടെ റിസൈഡ് ചെയ്യുന്ന ഒരു പോപ്പുലേഷനാണ്. അതിൽ ഏകദേശം 2023 സെൻസസ് പ്രകാരം 20% അപ്രോക്സിമേറ്റ്ലി 20% ആളുകൾ ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാരിൽ 2023 സെൻസസ് പ്രകാരം ഏകദേശം 50% അല്ലെങ്കിൽ 50%-ന് കൂടുതൽ മലയാളികളാണ് കേട്ടോ. ബാക്കി 50%-ആണ് ബാക്കി എല്ലാ ഇന്ത്യയിൽ നിന്നുള്ള ബാക്കി ഒരു പോപ്പുലേഷൻ. എനിക്കൊന്ന് ഇപ്പോൾ ഈ കുറച്ച് കാലഘട്ടത്തിലായിട്ട് മലയാളികൾ വീണ്ടും കൂടി മാൾട്ടയിൽ വരുന്നു. എനിക്കൊന്ന് പോപ്പുലേഷൻ മലയാളികൾ നല്ല പോപ്പുലേഷൻ ഉണ്ട് കേട്ടോ. മിനിമം ഒരു 10,000 പോപ്പുലേഷൻ കാണണം. ആണോ അല്ലേ? കുറെ മലയാളികളുണ്ട് കേട്ടോ. അതെ, എവിടെ നോക്കിയാലും മലയാളി റെസ്റ്റോറൻറ്റും. എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇതുപോലെ മലയാളി റെസ്റ്റോറൻറ്റുകളും സംഭവങ്ങളുള്ള മാൾട്ടയിലായിരിക്കണം. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വേറെ കൂടുതൽ മലയാളി പോപ്പുലേഷൻ ഉള്ളത് ജർമ്മനി, പോളണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ്. അവിടെ ഇത്രയും എന്താ പറയുക, ഇത് ഒരു ചെറിയൊരു രാജ്യമല്ലേ. അവിടെ എല്ലാ മലയാളികളും കൂടെ ഇങ്ങനെ ഒരു മിനി ദുബായ് ഒക്കെ പോലെയാണ് കേട്ടോ. ദുബായ് പ്രൊവിൻസ് പോലെയൊക്കെയാണ് നമുക്കിവിടെ തോന്നുന്നത്. നമ്മളിന്ന് മാൾട്ടയുടെ വീഡിയോ സഞ്ചാരം പോലെയാണ് കേട്ടോ. അതാണ്ട് ഗ്ലാസ്സൊക്കെ തുടച്ച് നമ്മുടെ സഞ്ചാരത്തിൽ സന്തോഷ് സാറ് പുള്ളിക്കാരൻ വിളിക്കുന്ന ടാക്സി എല്ലാം പുള്ളിക്കാരൻ ഗ്ലാസ്സൊക്കെ തുടച്ച് സെറ്റ് വാ പോവാം. താങ്ക് യു ബ്രോ, ഫ്രണ്ട് സീറ്റ് തന്നേനെ കേട്ടോ. ഇനി വേറെ ഒരാളുണ്ട് കേട്ടോ, നമ്മുടെ നെടുമങ്ങാടുള്ള ബ്രോ. പുള്ളിക്കാരൻ വരുന്നില്ല, വയ്യ, ഇന്നലെ എന്തോ വാക്സിനൊക്കെ അടിച്ച് വന്ന് തുടക്കട്ടെ. പിന്നെ വേറൊരു ബ്രോ ഉണ്ട്, ഞാൻ പറഞ്ഞില്ല, മറ്റേ പുള്ളിയുടെ പേരെന്തോ അലക്സി ബ്രോ. പുള്ളിക്കാരൻ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് വന്നു. പിന്നെ ബൈസാൻഡിയൻ കാലഘട്ടം ഉണ്ടായിരുന്നു, ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നു, പിന്നീട് റോമൻസ് വന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ഇവിടെ മാൾട്ടയിൽ നമ്മുടെ പുള്ളിയുടെ പേരെന്താ
നെപ്പോളിയൻ വരെ വന്ന് ഇവിടെ കീഴടക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ധാരാളം ക്രിസ്ത്യാനിറ്റി ആയി. പിന്നെ ബ്രിട്ടീഷുകാർ വന്നു, ബ്രിട്ടീഷുകാർ വെച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇവിടെ ഇട്ടിട്ട് പോയപ്പം ആ ഐലൻഡും ഇതും കൂടെ എല്ലാം കൂടെ ചേർന്നിട്ടാണ് മാൾട്ട എന്ന് പറയുന്ന രാജ്യമായത്. ഈ ഗോസോ എല്ലാം കൂടെ അങ്ങനെയാണ് 5 ഐലൻഡുകളായിട്ട് മാറിയത്. അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഐലൻഡ് ആയിട്ടുള്ള ഗോസോ ഐലൻഡിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ ദൂരെ ഈ റൗണ്ട് അബൌട്ട് കഴിഞ്ഞിട്ട്, അതായത് മാൾട്ടയുടെ പുരാണ കാലത്തെ ക്യാപിറ്റല് തലസ്ഥാന നഗരമാണ് കേട്ടോ എംദിനാന്ന്. MDINA, മദീന എന്നുള്ള വാക്കിൽ നിന്നാണ് എംദിനാന്ന് വന്നത്. അതായത് അറബി വാക്കായിട്ടുള്ള മദീന എന്ന് പറയുന്നത് നഗരം ആണ് കേട്ടോ അർത്ഥം, അല്ലെങ്കിൽ സ്ഥലം എന്നൊക്കെയാണ് അർത്ഥം. അതിൽ നിന്നാണ് ഈ എംദിന അല്ലെങ്കിൽ റബാത്ത് എന്ന് പറയുന്ന കുറെ സ്ഥലങ്ങളുടെ പേര്. ഇതിന്റെ അടുത്ത് തന്നെയാണ് റബാത്ത്. ഇതൊക്കെ അറബ് വാക്കുകളിൽ നിന്നാണ്. ഏകദേശം 40, ഈവൻ ഇറ്റാലിയനും ബ്രിട്ടീഷും എല്ലാം വന്നിട്ടും ഏകദേശം 100%-ൽ 40%-ത്തോളം വൊക്കാബുലറികൾ അറബ് ലാംഗ്വേജിൽ നിന്നാണ് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ അങ്ങോട്ട് പോകുമ്പോ അവിടെ ഇവിടെ നിന്ന് നമുക്ക് ചെറുതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ നമ്മുടെ എംദിന. അവിടെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ആരാ വ്ളോഗ് എടുക്കുന്നത്? നമ്മുടെ മാൾട്ടയുടെ പ്രധാനപ്പെട്ട ഈ ചെറിയ ചെറിയ ടൗണ് അല്ലെങ്കിൽ നഗരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടുള്ള ബാക്കി ഭാഗങ്ങളെല്ലാം ഇതുപോലെയാണ് കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള പ്രദേശങ്ങളാണ്. ധാരാളം നാച്ചുറൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറേ റോക്സുകൾ അല്ലെങ്കിൽ കുറേ ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഒക്കെ കൊണ്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. കുറേ ഫാം ഹൗസുകൾ ഫുള്ള് ഡ്രൈ ആണ് കേട്ടോ. നമുക്ക് പുറത്തോട്ട് വരുമ്പോൾ ഒരു 5 കിലോമീറ്റർ എല്ലാം കൂടെ എത്ര 34 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഐലൻഡ്. നമ്മൾ പോകുന്ന ഗോസോ ഐലൻഡ് ആണെങ്കിൽ 14 കിലോമീറ്റർ ഒരു സൈഡും പിന്നെ 7 കിലോമീറ്റർ ഒരു സൈഡ് ഇങ്ങനെ കൂട്ടുകയാണ്. ഈ ചെറിയ ഐലൻഡുകളാണ് കേട്ടോ. നമ്മൾ യാത്ര തുടങ്ങി ഒരു 15 മിനിറ്റ് ആയില്ല, നമ്മൾ ഐലൻഡിന്റെ എൻഡിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഐലൻഡിന്റെ എൻഡിൽ നിന്ന് നമ്മൾ ജങ്കാറ് പിടിച്ച് വണ്ടിയും നമ്മളും എല്ലാം കൂടെ ജങ്കാറിൽ കയറി നേരെ പോകുന്നത് ഗോസോ ഐലൻഡ് ആണ്. ഗോസോ ഐലൻഡിന് മുന്നോടിയായിട്ട് നടുക്ക് നമ്മുടെ കൊമീനോ ഐലൻഡ് തൊട്ട് വലതു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ പോകുന്നത് ആ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ എൻഡ് ഭാഗം ഐലൻഡിന്റെ. ഇവിടുത്തെ മരുഭൂമിയിലെ കൃഷി രീതികൾ കണ്ടോ. അവിടെ ഫാമിങ് ചെയ്യുന്ന ഫാം ലാൻഡ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കാണുന്ന പല ഭാഗങ്ങളും നമ്മുടെ റോമൻകാരും ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള കുറെ ഹിസ്റ്ററികളൊക്കെ ഉള്ള കുറെ സ്ഥലങ്ങളാണ് കേട്ടോ. അവരുടെ കല്ലുകൾ, അവരുടെ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ കണ്ടെടുത്ത കുറെ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ സോറി കേട്ടോ, ഇവിടെ അറബ്സ് വന്ന് ഭരിച്ചു, അറബ്സ് വന്ന് അറബ് ഇൻഫ്ലുവൻസ് കൊടുത്തു. അതിന് മുമ്പായിരുന്നു കേട്ടോ ഇവിടെ റോമൻസ് ഉണ്ടായിരുന്നത്. റോമൻസ് ഉണ്ടായിരുന്നതിന് ശേഷമാണ് അറബ്സ് വന്നത് കേട്ടോ. നമ്മള് ഇപ്പോ മെലിഹ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇവിടെ കണ്ടില്ലേ ത്രിക്കൽ ബഗ. അതായത് ത്രിക്കെന്ന് പറയുന്നത് ത്രിക്കല്ലെന്നാണ് എന്റെ തോന്നല്, എന്റെ കൺക്ലൂഷനാണ്. TRIK എന്ന് പറയുന്നത് തരീഖ് എന്നാണ് കേട്ടോ. അറബ് വാക്കായിട്ടുള്ള താരീഖ്, വേ, സ്ട്രീറ്റിന്റെ പേര് താരിഖുൽ സ്ട്രീറ്റിൽ, മനസ്സിലായില്ലേ? താരിഖ് എന്ന് പറഞ്ഞ വഴിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതും അറബ് വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതാണ് കേട്ടോ. ഈ ത്രിക്ക് എന്ന് പറയുന്ന വാക്ക്. ത്രിക്ക് എന്നാണോ പറയുന്നത്? കുറെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് മെലിഹ എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ടാണ്. മെലിഹ എന്ന് പറയുന്നത് ഇവിടെ ഒരു ചർച്ച് ഉണ്ട് കേട്ടോ. ആ ചർച്ച് കൊണ്ട് വളരെ പ്രസിദ്ധമാണ്. ചർച്ച് കൊണ്ട് ലോകത്തെല്ലായിടത്തും പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് മെല്ലിഹ. അതായത് നമ്മുടെ ജീസസിന്റെ അമ്മ, നമ്മുടെ വിർജിൻ മേരി, നമ്മുടെ മാതാവിന് എന്താ പറയാ, മാതാവിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്പൽ ഇവിടെ അവര് ഒരു പണിതിട്ടുണ്ട്. ആ പണിത ചാപ്പൽ എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കേവാണ് കേട്ടോ. പിന്നെ കുറച്ച് അവര് അല്ലാത്ത ഹ്യൂമൻ ടച്ച് കൊടുത്ത് അതിനെ ഒരു നല്ലതുപോലെ കേവാക്കി അവിടെ ഒരു ചാപ്പല് പണിതിട്ട് അത് നമ്മുടെ വിർജിൻ മേരിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പണിതു. എന്നിട്ട് പല ആളുകളും, ലോകത്തിന്റെ പല ആളുകളും ഇവിടെ വന്ന് അവരുടെ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അത് എന്താ പറയാ നടക്കാറുണ്ടെന്ന് ലോകത്തിന്റെ പല ആളുകളും ഫീഡ്ബാക്ക് തരാറുണ്ട്. അങ്ങനെ തന്ന് ഈ ഒരു സ്ഥലം ഭയങ്കര പ്രസിദ്ധമായി. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന്, എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ വന്നിട്ട് എന്താ ബ്രോ കേരളത്തിൽ നിന്ന് എങ്ങനെയാ എഴുതിയിടും അവിടെ എഴുതിയിടും. അപ്പൊ അവരുടെ ആഗ്രഹങ്ങൾ എഴുതിയിട്ട് സാധിക്കും. അങ്ങനെയാണ്. അത് ഞാൻ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ.
ആ കാണുന്നതൊക്കെ നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ച പിൽ ബോക്സ് ആണ് കേട്ടോ അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ നമ്മൾ പോകുന്നത് പൊപ്പോയോ എന്ന് പറയുന്ന പൊപ്പോയ് വില്ലേജിന്റെ ഒരു കാഴ്ച കാണാനാണ് കേട്ടോ. പൊപ്പോയ് വില്ലേജ് എന്ന് പറയുമ്പോൾ അങ്ങനെ ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വില്ലേജ് അല്ലേ. കുറെ റെസ്റ്റോറന്റുകൾ, സംഭവങ്ങള്, പിന്നെ നല്ല ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള ഈ ചൈനയിലൊക്കെ കുറെ ടൂറിസ്റ്റ് വില്ലേജുകളൊക്കെ പണിത് വെച്ചിരിക്കുന്നുണ്ടല്ലേ, ആ ഒരു സെറ്റപ്പിൽ പണിത് വെച്ചിട്ടുള്ള ഒരു വില്ലേജ് ആണ് കേട്ടോ. ഇതാ നടന്നു പോകുന്ന സഞ്ചാരികളാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പൊപ്പോയ വില്ലേജ്. അവിടെ നിന്ന് മ്യൂസിക്കും സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇതാ അവിടെ കുറേ ഊഞ്ഞാല് സംഭവങ്ങൾ, പിന്നെ എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള കുറേ ബിൽഡിങ്ങുകൾ കണ്ടില്ലേ. ഈ കാണുന്ന എല്ലാ സ്ഥലത്തും ഭക്ഷണശാലകളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ ഒരു മെഡിറ്ററേനിയൻ കടലിൻ്റെ ക്ലിഫ് ആസ്വദിക്കാനായിട്ട് പറ്റും. ഇത് ആസ്വദിക്കാനായിട്ട് വന്നു നിൽക്കുന്ന കുറേ വിദേശ സഞ്ചാരികളെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടൊക്കെയാണ് കേട്ടോ. കൊള്ളാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചൈനയിലൊക്കെ കുറേ വില്ലേജുകൾ ഇതുപോലെ അവർ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു സെറ്റപ്പ് എനിക്ക് തോന്നുന്നു ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ഇവിടെ കാണണം കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ എൻട്രി ചെയ്ത് വരുന്നത് ഇങ്ങനെ താഴോട്ട് കേട്ടോ. എൻ്റെ അമ്മോ, അടിപൊളി കേട്ടോ. ഇവിടെ ആക്ച്വലി ഒരു സംഭവം ഉണ്ട്. ഇവിടെ നമുക്ക് പോയിട്ട് കുളിക്കാൻ കേട്ടോ. അതോ നീന്തുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വേറെ ലെവൽ കേട്ടോ. ഇവിടെ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതോ ആ ഒരു ഭാഗത്ത് പലതരത്തിലുള്ള വാട്ടർ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ ഈ കാണുന്നത്. കൊള്ളാം കേട്ടോ, അടിപൊളി സ്ഥലം. ഇതാണ് കേട്ടോ നമ്മുടെ പൊപ്പോയ വില്ലേജ്. അവരിതാണ്ട് വെള്ളത്തിൽ വീഴാതെ ഇങ്ങനെ പയ്യെ നടന്ന് പോകുന്നുണ്ട്. അതോ മത്സരിക്കുന്നുണ്ടോ? കൊള്ളാം കേട്ടോ. ഇതോ പുള്ളിക്കാരൻ ചളവി വീഴുന്നു, മത്സരിച്ചതാണ്ട്. ഇവിടെ ഒരു കൊച്ചു പയ്യന്തോ അവിടെ ഒരാൾ ചാടുന്നു. ഒരു വീഴാതെ വന്ന് ലാസ്റ്റ് വരെ വരുന്നവർ ജയിക്കുന്ന അങ്ങനത്തെ ഗെയിംസൊക്കെയാണ് കേട്ടോ അവിടെ. പുള്ളിക്കാരെന്താ എത്തി, അവിടെ ഒരാൾ ചാടുന്നു. വാവ്, അവിടെ നിന്ന് മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ക്ലബൊക്കെ ഉണ്ടോ? ബ്രോ ഉണ്ടോ? ഇതിനകത്ത് ഇന്നത്തെ ക്ലബ്ബ് കാണണമായിരിക്കണം കേട്ടോ രാത്രി വല്ലോ. പിന്നെ കയാക്കിങ്, ഇതോ ആ കാണുന്നത് കയാക്ക് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. ഓ അടിപൊളി കേട്ടോ ആ സാധനം. നമുക്കിവിടെ താഴോട്ട് കാറും കൊണ്ട് പോകാൻ പറ്റും കേട്ടോ. അതിലേക്കൂടെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വന്നാൽ താഴെ പോയി കാറും കൊണ്ട് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് നീന്താനായിട്ട് സാധിക്കും. ഈ സ്ഥലത്ത് വന്നിട്ട് ഞാനൊരു അബദ്ധം പറ്റി കേട്ടോ. ഈ സ്ഥലത്തിനൊരു സംഭവം ഉണ്ട്. അതായത് ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അവർ പണിതിട്ടല്ല. പൊപ്പോയോ എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ ഉണ്ട്, കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ട്. ആ കാർട്ടൂൺ ക്യാരക്ടറിനെ വെച്ച് ഒരു കാർട്ടൂൺ ഉണ്ട് കേട്ടോ. അത് 90s കിഡ്സിനൊക്കെ പരിചിതമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അതിൻ്റെ സിനിമയ്ക്ക് വേണ്ടി പണിത ഒരു ലൊക്കേഷനാണ് കേട്ടോ. ആ ലൊക്കേഷൻ പിന്നെ അത് ടൂറിസ്റ്റിക് ലൊക്കേഷനായിട്ട് മാറി. ഇത് പൊളിച്ചു കളയേണ്ട ഒരു ലൊക്കേഷനാണ് കേട്ടോ. അല്ലാതെ ചൈനയിലൊക്കെ പണിത് വെച്ചിരിക്കുന്ന പോലെ ഇവർ ടൂറിസ്റ്റിന് വേണ്ടി പ്രത്യേകം പണിതല്ല. ഇത് ഒരു സിനിമയ്ക്കോ എന്തിനോ പരിപാടിക്ക് വേണ്ടി ഈ പൊപ്പോയോ ക്യാരക്ടറിന്റെ ഇതിന്റെ ഒരു ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് കേട്ടോ. അത് പിന്നെ ടൂറിസ്റ്റ് സ്ഥലമായി മാറിയ ഒരു കഥയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ മെലിഹ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമമാണ് കേട്ടോ. ഈ കാണുന്നത് നല്ല ആഡംബരമായിട്ടുള്ള നല്ല പുതിയ വീടുകളാണ് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ ഇവരുടെ മൾട്ടി സ്റ്റൈലിലുള്ള പഴയ ലൈം സ്റ്റോൺ വെച്ചുണ്ടാക്കിയ വീടുകളും സംഭവങ്ങളും കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ മലിഹയിലെ ഒരു പള്ളിയുടെ മുന്നിലാണ്. ഈ കാണുന്നതാണ് നമ്മുടെ മെലിഹയിലെ പള്ളി. ഇവർ പറയുന്നത് പാരിഷ് ചർച്ച് ഓഫ് മെലിഹ എന്നാണ് പറയുന്നത്. പാരിഷ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇടവക എന്ന് പറയില്ലേ, അതിൻ്റെ ഇംഗ്ലീഷ് നാമമാണ് ഈ പാരിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെലിഹ വില്ലേജിലെ അല്ലെങ്കിൽ ഈ മെലിഹ ടൗണിലെ പണ്ടത്തെ ഒരു ഇടവക പള്ളിയായിരുന്നു ഈ കാണുന്നത്. പക്ഷേ പിന്നീട് ഇവിടുത്തെ പോപ്പുലേഷൻ ഡീപോപ്പുലേഷനായി, അതായത് ഉള്ള പോപ്പുലേഷൻ ആളുകളൊക്കെ കുറഞ്ഞു. ഇതിൽ നിന്ന് ഇടവക എന്ന ഒരു സ്ഥാനം മാറി. പിന്നീട് വീണ്ടും ഈ ഒരു ഭാഗത്ത് ധാരാളം ആളുകൾ വന്ന് വസിച്ചു തുടങ്ങി. ഇവിടെ അത്രയ്ക്ക് പോപ്പുലേഷൻ വന്നപ്പം വീണ്ടും ഇത് ഇടവകയായിട്ട് മാറിയ ഒരു പള്ളിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇടവക പള്ളി. ഈ കാണുന്ന പള്ളിക്ക് 5 പള്ളിമണികളാണുള്ളത്. അതിൽ 2 പള്ളിമണികൾ ഇവിടെ കാണാൻ സാധിക്കും. ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന പള്ളിമണികളാണ് കേട്ടോ. നമ്മുടെ ഇറ്റലിയിലെ മിലാനിൽ നിന്ന് കൊണ്ടുവന്ന പള്ളിമണികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ചർച്ചിൻ്റെ അടുത്തോടായിട്ട് തന്നെ ഇവിടെയുള്ള പണ്ടത്തെ വീടുകളും സംഭവങ്ങളൊക്കെ അവർ റെസ്റ്റോറൻറ്റുകളൊക്കെ ആക്കി മാറ്റി. വെയിലായതുകൊണ്ട് ഇവിടെ അങ്ങനെ അധികം ആളുകളെ കാണാനായിട്ട് സാധിക്കുന്നില്ല.
നമ്മുടെ എടവപ്പള്ളി ഇതാ അവിടെ ഇരിക്കുന്നു. എടവപ്പള്ളിയിൽ 5 മണികളിൽ 2 മണി ഞാൻ കാണിച്ചു തന്നു. ഇത് 3-ാമത്തെ മണി, അപ്പുറത്ത് 4-ാമത്തെ മണി, പിന്നെ വേറെ 1 മണിയും കൂടെ ഉണ്ട് കേട്ടോ. 5 ബെല്ല് ഉള്ള പള്ളിയാണ്. ഈ കാണുന്നത് ഒരു എയർ റൈഡ് ഷെൽട്ടറാണ് കേട്ടോ. അതായത് ലോകമഹായുദ്ധം, 2ാമത്തെ ലോകമഹായുദ്ധം നടന്നപ്പം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള ബോംബ് ഷെൽട്ടറുകൾ, അല്ലെങ്കിൽ ആക്രമിക്കാതിരിക്കാനുള്ള ഷെൽട്ടറുകളാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് വന്നത് നമ്മുടെ അവർ ലേഡി ഓഫ് ഗ്രോട്ടോ ഷ്രൈനാണ് കേട്ടോ. നമ്മുടെ മാതാവിൻ്റെ ദേവാലയത്തിലോട്ടാണ് വന്നത്. മാതാവിൻ്റെ ദേവാലയത്തിലോട്ട് വരുമ്പോൾ തന്നെ മലയാളികളാണ്. ഇങ്ങോട്ടാണ് കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകണം. ബ്രോയാണ് കേട്ടോ ഇതിൽ റിലീജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി. അതുകൊണ്ട് ബ്രോ മാത്രം വന്നു, വേറെ ആരും വന്നില്ല. വാവ്, അടിപൊളി കേട്ടോ. ഇവിടെ നമുക്ക് കയറാനും ഇറങ്ങാനും സമയമൊക്കെ ഉണ്ട്. അവിടെ ദൈവത്തിന് നമ്മുടെ മഡോണയാണ് കേട്ടോ കാണുന്നത്. മഡോണ എന്ന് പറയുമ്പോൾ നമ്മുടെ മാതാവിനെ പറയുന്നതാണ് മഡോണ ഇറ്റാലിയൻ ഭാഷയിൽ. ഇതാണ് കേട്ടോ നമ്മുടെ, അതായത് നമ്മൾ കാണിക്ക അർപ്പിക്കുന്ന ഒരു പെട്ടിയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഒരു ചേച്ചി വന്നിട്ട് കാണിക്ക അർപ്പിച്ചിട്ട് പോയി. ഈ കാണുന്നതാണ് നമ്മൾ മെഴുകുതിരിയൊക്കെ വെച്ച് വന്നിവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ മഡോണ. മഡോണ എന്ന് പറയുമ്പോൾ നമ്മുടെ വിർജിൻ മേരിയുടെ ഒരു സ്റ്റാച്ചു ആണ്. വിർജിൻ മേരിയെ മഡോണ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഇറ്റാലിയൻ വാക്കാണ് കേട്ടോ. ഇവിടെ ആളുകൾ വന്നതാണ്ട് നമ്മുടെ കുരിശൊക്കെ ഇവിടെ പ്രാർത്ഥിച്ച് ഇവിടെ ഇട്ടിട്ട് പോകുന്ന ഒരു കാര്യം. ഇവിടെ നമ്മുടെ ബൊക്കകൾ, പൂവൊക്കെ വന്ന് ഇവിടെ എന്താ പറയുക അർപ്പിച്ച് വെച്ചിട്ടുള്ള ഇതാണ് കേട്ടോ. ഇത് നാച്ചുറൽ കേവ് ആണ്. പിന്നെ ബാക്കി ഭാഗങ്ങൾ ഇവിടുത്തെ ഒരു, അതായത് മുമ്പ് ആക്ച്വലി നമ്മുടെ സിസിലി ഐലൻഡിൽ നിന്ന്, നമ്മുടെ ഇറ്റലിയുടെ സിസിലി ഐലൻഡിൽ നിന്ന് ഒരു വൈൻ മെർച്ചൻ്റ്, വൈൻ കച്ചവടക്കാരൻ ഇവിടെ എപ്പോഴും വരുമായിരുന്നു. പിന്നെ പുള്ളി കുറേ പൈസ കൊടുത്തിട്ടൊക്കെയാണ് ഈ സ്ഥലം കൂടുതലായിട്ട് വലിയ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത് ഇതുപോലെ ആക്കിയത്. പുള്ളിയുടെ ഒരു ഡെഡിക്കേഷനും പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷനും ഒക്കെ കൊണ്ടാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ലോകത്തിൻ്റെ പല നാനാഭാഗങ്ങളിൽ നിന്ന് പല ഡിവോട്ടീസ് വന്നിട്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് അവരുടെ ആഗ്രഹങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഇതാണ്. ഇതിൽ മുക്കാലും മലയാളികളുടെ ആഗ്രഹങ്ങളാണ്, മലയാളികളാണ് കേട്ടോ. ഇത് പ്രോബബ്ലി ഒരു കുഞ്ഞ് കിട്ടാൻ വേണ്ടിയായിരിക്കും അവരിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ആ കാണുന്ന മലയാളം, 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 മലയാളം. പിന്നെ ഇംഗ്ലീഷിൽ വല്ല ഫിലിപ്പീൻ ആളുകളായിരിക്കും, അതും മലയാളം കാണും. ഞാൻ വേണമെങ്കിൽ വായിച്ചു തരാം. അമ്മേ മാതാവേ അമ്മേ, അത് വായിക്കാൻ പറ്റുന്നില്ല മലയാളം. ഇതാണ്ടേ നല്ല ഒരു ജോലി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റെഡി ആവണം, എന്നെ റെഡി ആവണം. ഈ വരുന്ന ഞായറാഴ്ച ഒരു ഫുട്ബോൾ മാച്ചുണ്ട്, അത് ജയിക്കണം. കണ്ടില്ലേ, ഇതുപോലുള്ള പല ആഗ്രഹങ്ങൾ എഴുതി വച്ചിരിക്കുന്ന പേപ്പറുകളാണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഞാൻ ജോലിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാർഡ് എനിക്ക് എത്രയും വേഗം അപ്രൂവലായിട്ട് കിട്ടണം. എനിക്കിവിടെ സന്തോഷവും സമാധാനത്തോടവും കൂടി ജോലി ചെയ്യണം. മാതാവ് അനുഗ്രഹിക്കണം. ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. എല്ലാ മലയാളികളുടെയാണ്. അതുകൊണ്ട് എൻ്റെ മാതാവെ 1 കോടി നന്ദി. എൻ്റെ അനിയത്തിയുടെ കല്യാണം നടത്തി തന്നതിന്, നല്ലൊരു പങ്കാളിയെ അവൾക്ക് കൊടുത്തതിൽ 1 കോടി നന്ദി എൻ്റെ മാതാവെ. എൻ്റെ കുഞ്ഞിനെയും അച്ഛനെയും കാത്തുകൊള്ളണമേ മാതാവെ. അസുഖങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. വീട്ടിൽ ആർക്കും ഒരാപത്തും വരരുതേ. ഇതെല്ലാം കേട്ടോ. ആകെ കുറച്ച് ഇംഗ്ലീഷിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വേറെ എന്തൊക്കെ ഫോട്ടോയൊക്കെ വെച്ച് കേട്ടോ. എനിക്കൊന്നും ഇത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ എന്താ പറയുക, അവർ പ്രഗ്നൻസി ഉള്ള ആളുകൾ അവരുടെ കുട്ടികൾ നല്ലതുപോലെ എന്താ പറയുക ഡെലിവർ ആവാനും അതിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. എനിക്കറിയില്ല, കാരണം ഇത് എത്രത്തോളം സത്യാന്ന് അറിയില്ലല്ലോ. അതന്നെ പറ. അല്ല, ഇത് ഇത്രയും താഴെയല്ലേ ഇരിക്കുന്നത്. ഇവിടെ ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ, ഇത് വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ മുങ്ങിയിട്ടില്ല എന്നുള്ളൊരു, വെള്ളപ്പൊക്കം വന്ന് ഇത് മാത്രം മുങ്ങിയില്ല എന്നുള്ളത്. എനിക്കറിയില്ല എത്രത്തോളം അത്. നമ്മൾ ഫെറി എടുക്കാനായിട്ട് സിർക്കാവയിലോട്ട് പോവാണ്. ആ കാണുന്നത് ഫാസ്റ്റ് ഫെറിയാണ് കേട്ടോ. പറക്കുന്ന കണ്ടില്ലേ. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയത് നമ്മുടെ ഹോങ്കോങ്ങിൽ നിന്ന് മാൾട്ടയിലോട്ട് പോകുന്നതാണ് കേട്ടോ. പറപ്പിച്ച് പോകുന്ന ഇതുപോലത്തെ ഫെറിയാണ്. ഹോങ്കോങ്ങിൽ നിന്ന് മാൾട്ടയിലോട്ട് ഞാൻ ഫെറിയിലാണ് പോയത്. നമുക്ക് ബൈ റോഡും പോകാനായിട്ട് കഴിയും. അതുപോലെ ഇപ്പൊ നമ്മുടെ ഗോസോ ഐലൻഡിലോട്ട് പോകാനായിട്ടും നമ്മൾ ഫെറി എടുത്ത് പോകാനാണ് പോകുന്നത്. നമുക്ക് ഫൂട്ടായിട്ടും നമുക്ക് പോവാം, അല്ലെങ്കിൽ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയും കൊണ്ടുപോകാം, സൈക്കിള് കൊണ്ടുപോകാം, കാറ് കൊണ്ടുപോകാം. ഇവിടെ നമ്മുടെ ബസ് സ്റ്റേഷന്
ഇത് അവസാനമാണ് കേട്ടോ, നമ്മുടെ ദ്വീപിന്റെ അവസാനമാണ്. ആ കാണുന്നത് നമ്മുടെ വണ്ടികൾ കൊണ്ടുപോകുന്ന ഫെറിയാണ്. ഇവിടെ വണ്ടികൾ വെയിറ്റ് ചെയ്ത് കിടക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു, സാധാരണ യൂറോപ്പിലൊക്കെ എന്ന് പറയുമ്പം യൂറോപ്യൻ യൂണിയന്റെ ഇതും പിന്നെ എം എന്ന് പറയുമ്പോൾ മാൾട്ട, പിന്നെ IBA, അതായത് 3 ലെറ്ററാണ് വരുന്നത്. അവിടെ QZ, ലാസ്റ്റ് QZ വരുന്ന വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ റെന്റൽ വണ്ടികളാണ്. സിസിലി കാർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സിസിലി ബൈക്കാർ. സിസിലി എന്ന് പറയുന്നത് ഇറ്റലിയുടെ ഒരു ഐലൻഡ് ആണ് കേട്ടോ, അതായത് മാൾട്ടയോട് ചേർന്ന് കിടക്കുന്നത്. ഇറ്റലിയുടെ ഒരു ഫ്ലാഗിന്റെ ഒരു സിമ്പലാണ് കേട്ടോ ആ കമ്പനിയുടെ ഫ്ലാഗിനും. പിന്നെ ലാസ്റ്റ് ഈ 3ാമത്തെ ലെറ്ററിൽ Y വരുന്നത് ഇവിടുത്തെ ടാക്സി വണ്ടികൾക്കാണ് കേട്ടോ, Y വരുന്നത്. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് കുഴപ്പമില്ല ബ്രോ പയ്യാക്കുന്നു. പുള്ളി ഇപ്പൊ അടങ്ങി കേട്ടോ. ഇവിടെ ഓരോ ലൈന് വെച്ചിട്ടാണ് അവര് കയറ്റി വിടുന്നത്. നമ്മുടെ ഗോസോ ഐലൻഡിൽ പോട്ടുന്ന ഗോസോ ചാനൽ ലൈൻ ഷിപ്പിലോട്ട് നമ്മൾ ഇതാണ്ട് പയ്യ ഫെറി അല്ലെങ്കിൽ വെസലിലോട്ട് നമ്മൾ പയ്യ കടന്നു കയറുവാണ്. ഇത് കാണുമ്പോ ഭയങ്കര രസമാണെന്നാണ് ഫാറൂഖ് ബ്രോ പറഞ്ഞത്. എന്താണ് ആ രസം? പറ. എന്താ ഇവിടെ എവിടെയാ രസം? പറ. അത് ഡ്രൈവ് ചെയ്യുന്നവർക്കെ അറിയാവോ? ബ്രോനെ അറിഞ്ഞൂടോ? ബ്രോ അല്ലല്ലോ ഡ്രൈവ് ചെയ്യുന്നത്, പുള്ളിയല്ലേ? ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ വരുമ്പോ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് തന്നെ വരണം കേട്ടോ. ഫാറൂഖ് ബ്രോ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു രസം കിട്ടുമെന്നാണ്. സോറി, ചുമ്മാ പറ. നമ്മള് ദാണ്ടെ വെസലിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാനായിട്ട് പോകുന്നു. നമ്മൾ ദാണ്ടെ ഇവിടെ ആക്ച്വലി നമ്മളിത് ഡെക്കായിട്ടാണ് കേട്ടോ. ഈ കാണുന്ന ഡെക്കില്ലേ, ഇതിപ്പോ ഫുള്ളാവുമ്പോ ഇത് അടയും. നമുക്ക് എന്നിട്ട് മുകളിലോട്ട് കയറാനുള്ള ഒരു ഇതായിരിക്കും. ഇത് കണ്ടില്ലേ, ഈ സാധനം താഴും കേട്ടോ. ഇതിപ്പോ നമ്മൾ മുകളിലോട്ടാണ് കയറുന്നത്. 2 ഡെക്കായിട്ടാണ് കേട്ടോ ഇതിനകത്തുള്ള ഒരു കണ്ടെയ്നർ. എന്താണ്, അതായത് 2 ഡെക്കിൽ ആളെ കയറ്റാൻ പറ്റും. അത് തന്നെയാണ് സംഭവം. ഇവിടെ നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് നമ്മൾ മുകളിലോട്ട് ഇനി നടന്ന് കയറുവാണ്. നമുക്ക് കാറിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റൂല കേട്ടോ. എനിക്കൊന്ന് സേഫ്റ്റി കൺസേൺ കൊണ്ടാണ്. കാറിൻ്റെ അകത്തിരുന്ന് ലോക്കായി നമ്മൾ പാട്ടും കേട്ട് ചിലപ്പോൾ മുങ്ങിപ്പോയാലോ വെസൽ, അതുകൊണ്ടായിരിക്കുമല്ലേ. കൊള്ളാലോ. പിന്നെ മുകളിൽ ഇവിടെ നമുക്ക് ഇരിക്കാനും പിന്നെ ഒരു കഫ്റ്റേരിയ ഉണ്ട് കേട്ടോ, ഓപ്പൺ കഫ്റ്റേരിയ. ഹലോ, നമസ്കാരം. ഹായ്. ഓക്കെ, എവിടെയാ സ്ഥലം? പാലക്കാട്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ ഇവിടെ 3 ഇയർ ആയിട്ട് ഒരു കെയറായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, കണ്ടതിൽ സന്തോഷം. പേരെന്തായിരുന്നു? പേര് വിളിച്ചു. ഇവിടെ ഞാൻ യാത്ര ചെയ്യാനായിട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ഇതിനകത്തുള്ള ഒരു കഫ്റ്റേരിയ പ്ലസ് ആളുകൾക്ക് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കാം. പിന്നെ അല്ലാതെ മറ്റു സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവരെല്ലാവരും ഇന്ന് വെള്ള ഡ്രസ്സാണ് കേട്ടോ. എല്ലാവരും വെള്ള ഇന്ന് വള്ളം കളിയാണോ? വൈകുന്നേരം വൈറ്റ് പാർട്ടി. അതെന്താ സംഭവം? ഇവരും ബ്ലോഗേഴ്സാണ് കേട്ടോ. രാംജു കൃപ എന്ന് പറഞ്ഞ ബ്ലോഗേഴ്സാണ് കേട്ടോ. പോയി നോക്ക്. 3 വർഷം മുമ്പ്. എന്നാലും ഇപ്പോഴും അത് ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ കയറി നോക്കിയാൽ മതി കേട്ടോ. വീഡിയോസൊക്കെ കയറി നോക്കിയാൽ മതി. പിന്നെ ഇവിടെ ലോഞ്ച്, അങ്ങോട്ട് ടോയ്ലറ്റ്, സൺഡസ്ക്. നമുക്ക് വേണമെങ്കിൽ സൂര്യൻ്റെ വെയിലൊക്കെ കൊണ്ട് അവിടെ ഇരിക്കണമെങ്കിൽ കാഴ്ച കിട്ടും. പിന്നെ ലോഞ്ച്, പിന്നെ ഇവിടെയും സെയിം തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം ലോഞ്ച്. പിന്നെ പാസഞ്ചർ ഡെക്ക്, നമുക്ക് കാറ്റ് കൊള്ളണമെങ്കിൽ അതിനുമുണ്ട്. ഇതാണ് കേട്ടോ, ഇവിടെ കാറ്റ് കൊണ്ടിരിക്കാം. ഇവിടെ നമ്മുടെ കണ്ടെയ്നർ ഷിപ്പൊക്കെ പോകാൻ വേണ്ടിയതുകൊണ്ട് കണ്ടെയ്നർ ഷിപ്പുകളാണ് കേട്ടോ അവിടെ കിടക്കുന്നത്. നമ്മൾ ബോട്ട് ഇവിടെ നിന്ന് എടുക്കും. ഇപ്പം മുകളിൽ പോയാൽ നമുക്ക് സൂര്യൻ കൊള്ളാം. മുകളിൽ പോകാം. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സൺഡസ്ക്. കൊള്ളാലോ. ഹലോ, ഇതാണ് നമ്മുടെ പുറക്. കുറച്ച് കഴിയുമ്പം ഈ സാധനം അടയും കേട്ടോ. നമ്മുടെ ബോട്ടിൻ്റെ ചന്തി ഭാഗമാണ് ഈ കാണുന്നത്. കൊള്ളാലോ. അവിടെ ഈ ബോട്ട് പോയി അരമണിക്കൂറിനുള്ളിൽ മറ്റു ബോട്ട് അവിടെ നിന്ന് എടുക്കും. ഈ കാണുന്നത് നമ്മുടെ പെട്ടെന്ന് ബോട്ടിന് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് എന്താ പറയുക, ലൈഫ് ബോട്ടുകളാണ് കേട്ടോ. 6 പേര് വഹിക്കാൻ പറ്റുന്ന ലൈഫ് ബോട്ടാണ്. നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പറയാം കേട്ടോ വ്ളോഗിൽ. ഇവിടുത്തെ ഇൻഫർമേഷൻ, ഇവിടുത്തെ ചരിത്രം, കാര്യം. എന്താ ഇടയ്ക്കിടയ്ക്ക് കോസ പോകുന്നത് എന്തിനാ? ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ വരും. ഓക്കെ, അപ്പൊ അങ്ങനെ വരും ഇങ്ങോട്ട്.
ഈ കാണുന്നത് നമ്മുടെ കൊമിനോ ഐലൻഡ്, ആ കാണുന്നത് ഗോസോ ഐലൻഡ്. അടുത്തായിട്ട് തോന്നും, പക്ഷെ അടുത്തല്ല, ഒരു 8 കിലോമീറ്റർ ഉണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കൊമിനോ ഐലൻഡ്. കൊമിനോ ഐലൻഡിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ ഗോസോ ഐലൻഡാണ് ഈ കാണുന്നത്. ഈ കൊമിനോ ഐലൻഡിൻ്റെ അടുത്തൂടെ യോട്ടുകൾ എടുത്തിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളുടെ ഒരു സംഘത്തിനെയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യോട്ടുകൾ എടുത്തിട്ട് യാത്ര ചെയ്യാൻ അതിമനോഹരമാണ്. എന്താ ധാരാളം ബോട്ടുകളാണ് കേട്ടോ ഇങ്ങനെ ബോട്ടുകളെടുത്ത് യാത്ര ചെയ്യുന്നത്. ആ ഒരു ഭാഗത്ത് ഫുള്ള് ഇതുപോലുള്ള ബോട്ടുകളും സംഭവമാണ്. ഈ കാണുന്നത് നമ്മുടെ ചെറിയ ഐലൻഡ് കൊമിനോ. ഇവിടെ അങ്ങനെ ആൾവാസമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇതുപോലത്തുള്ള ചെറിയ ബിൽഡിങ്ങുകൾ കാണാൻ സാധിക്കും. പക്ഷെ ആൾവാസമുള്ള ബിൽഡിങ്ങുകളെന്ന് പറയും നമ്മുടെ ദ്വീപ് എന്ന് പറയും ഈ കാണുന്നതാണ്. അതായത് മാൾട്ട എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ 2ാമത്തെ ഏറ്റവും വലിയ ദ്വീപാണ് കേട്ടോ ഈ കാണുന്നത്. അതാണ് ഇവിടുത്തെ നഗരങ്ങളൊക്കെ. ഇതോ നമ്മുടെ മറ്റൊരു ഗോസോടെ ഒരു ഫെറിയാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ ക്രോസ് ചെയ്ത് പോയ ഒരു ഫെറിയാണ്. നമ്മൾ ഓൾമോസ്റ്റ് എത്തി കേട്ടോ. 20-25 മിനിറ്റിനുള്ളിൽ നമ്മൾ അപ്പുറത്തെ ഈ ഒരു ഗോസോ ഐലൻഡിലെത്തും. നമ്മുടെ ഫെറി ഈ കാണുന്ന ഒരു പോർട്ടിലോട്ട് അടുപ്പിക്കുകയാണ്. ഇവിടെ ഫുള്ള് മറീനയാണ്. ഇവിടെ ഈ കാണുന്നത് മറീനയാണ്. ഫുള്ള് യോട്ടുകൾ കിടക്കുന്ന ഒരു മറീന. അയ്യോ നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഇവിടെ. ഇവിടെ ചെറിയ ചെറിയ യോട്ടുകളൊക്കെയാണ്. നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് തിരിച്ച് നമ്മുടെ കാറിൻ്റെ ഡെക്കിലോട്ട് വന്നിട്ടുണ്ട്. നമ്മളിനി വണ്ടി എടുക്കാറായിട്ടോ. വണ്ടി നിർത്താറായി. ഇനി പെട്ടെന്ന് വണ്ടി എടുത്ത് നമ്മൾ ഇതിലൂടെ എക്സിറ്റ് അടിച്ചിറങ്ങാം. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങിയ രസം കിട്ടിയോ? ബ്രോ തന്നെ ബ്രോനെ സ്വന്തമായിട്ട് ട്രോള് വേണമെന്നാണ്. ലെഫ്റ്റ് യെസ്. തോക്കല്ല, അത് ടിക്കറ്റ് മെഷീനാ. കയ്യില് ടിക്കറ്റ് മെഷീൻ വെച്ച് നമ്മള് വേ ഔട്ടാണ് കേട്ടോ. നമ്മള് പൈസയൊന്നും കൊടുത്തില്ലല്ലോ. തിരിച്ചു വരുമ്പോഴാണോ? വൺ വേ ആണോ പൈസ? വൺ വേ പൈസ ഉള്ളൂ. അങ്ങോട്ട് പോകാൻ പൈസ ഇല്ല, ഇങ്ങോട്ട് വരുമ്പോ പൈസ കൊടുക്കണം. ഓ അങ്ങനെയാണല്ലേ. വേറൊരു മാർഗം വണ്ടിയായിട്ട് പോകാൻ പറ്റൂല. എന്നാലും വേറെ കപ്പലിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റൂല. അതുകൊണ്ട് തിരിച്ചു വരുമ്പോ കൊടുത്താൽ മതി കേട്ടോ. കൊള്ളാം. റോക്കിന്റെ കിടക്കെ കൂടെ ബോട്ട് കൊണ്ടുപോയിട്ട് ഫുള്ള് റോക്കായിട്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ് കേട്ടോ. ഇതും ഇവിടുത്തെ ഇടവകയിലെ പള്ളിയാണ് കേട്ടോ. മെയിൻ പള്ളിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ ഹോട്ടലുകളാണ്. ധാരാളം ആളുകൾ ബീച്ച് ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ വരുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കാണുന്ന ധാരാളം കാറുകൾ QZ എന്നുള്ള ലാസ്റ്റ് വരുന്ന കുറേ കാറുകൾ കാണാൻ സാധിക്കും. ഈ കാണുന്നതൊന്നുമല്ല, വേറെ കുറേ ഉണ്ട് കേട്ടോ. ലൊക്കേഷൻ വഴി എവിടെ പോകാനുള്ള നമ്മള് ചെറിയ ദൂരമുള്ള നമ്മുടെ ഈ കുഞ്ഞ് ഐലൻഡ് വണ്ടിയിലൊന്ന് ചുറ്റിക്കാണുവാണ്. നമ്മളിവിടുത്തെ അപ്പുറത്തെ സൈഡ് പോയിട്ട് മനോഹരമായിട്ടുള്ള ഒരു ബീച്ച് ഭാഗം കാണിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ എല്ലാ ബിൽഡിങ്ങുകളും ഇതുപോലെ ലൈം സ്റ്റോണിന്റെ ബിൽഡിങ്ങുകൾ നല്ല രസമുണ്ട് കേട്ടോ. ഒരു അറബ് ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മിഡിൽ ഈസ്റ്റ് ഫീലാണ് കേട്ടോ. വെയിലും ഇതും അതും. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ബാപ്റ്റിസ്റ്റ് ദേവാലയമാണ് കേട്ടോ. പൊതുവെ കത്തോലിക്കക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. ബാപ്റ്റിസ്റ്റുകാർ വളരെ കുറവാണ് കേട്ടോ, മൈനോറിറ്റീസ് ആണ്. നമ്മൾ പോകുന്നത് വിക്ടോറിയ എന്ന് പറയുന്ന നമ്മുടെ ഗോസോ ഐലൻഡിന്റെ ഒരു സെൻട്രൽ ഭാഗത്താണ് കേട്ടോ. ഈ കാണുന്ന എല്ലാം ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ഇതുപോലത്തുള്ള കോച്ച് ഡബിൾ ഡെക്കർ ബസ്സുകൾ. കണ്ട് ഇത് ഗോസോ കോച്ചസ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ബസ്സുകളൊക്കെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഗോസോയുടെ സെൻട്രൽ ഭാഗമായിട്ടുള്ള വിക്ടോറിയ കേട്ടോ. പഴയ പുരാണ ബിൽഡിങ്ങുകളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു സിറ്റി സെന്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇവിടെ കാണുന്ന 3/4 പേരും ടൂറിസ്റ്റ് ആണ് കേട്ടോ. എന്നിട്ട് വളരെ കുറച്ച് ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. കൂടുതൽ ആളുകൾ മാൾട്ടയുടെ അപ്പുറത്തെ ഭാഗത്താണ് താമസിക്കുന്നത്. പിന്നെ ഇവിടെ കുറെ സീനിയർ സിറ്റിസൺസ് ഒക്കെ ധാരാളം പേര് ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കാരണം കുറച്ച് കാമാണ്, ഇവിടെ റഷ് കുറവാണ്. ഈ കാണുന്ന റഷ് ഇവിടുത്തെ സെന്റർ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ധാരാളം സീനിയർ സിറ്റിസൺ ഒക്കെ ധാരാളം ഇവിടെ താമസിക്കുന്നുണ്ട്. ചേച്ചി പെട്ടെന്ന് പോ. കൊള്ളാം കേട്ടോ ഈ കാണുന്ന സ്ട്രീറ്റ് ഒക്കെ. ഒരു ചെറിയ മൊറോക്കൻ ലുക്ക്, ചെറിയ എന്തൊക്കെയോ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഫീൽ കേട്ടോ ഈ കാണുന്നത്. തനി യൂറോപ്പ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല.
ഇടുങ്ങിയ വഴികള്, ഇവിടുത്തെ വഴികളൊക്കെ കണ്ടില്ലേ, ഭയങ്കര ഇടുങ്ങിയ വഴികൾ കേട്ടോ. പിന്നെ നമ്മുടെ രാജസ്ഥാൻ, നമ്മുടെ ജയ്സൽമേർ ഭാഗം, അങ്ങനത്തെ ഒരു ലുക്ക് കേട്ടോ. അങ്ങനെയാണോ ഈ കാണുന്നത് ഇവിടുത്തെ ബസ്സാണ്, വൺ വേ അല്ല. നീ പോയതുകൊണ്ടാണ് ഇല്ല, ഇത് നമ്മുടെ 3-4 വണ്ടി ബാക്കിലായിരുന്നു. ഇവിടെ ഇത് നോക്കിയാ നമ്മുടെ കോട്ടർ ബൈക്കോ, ഇതിനെന്താ പറയുന്ന ബ്രോ? ഇല്ല, കോട്ട് ബൈക്ക് എന്നെന്താണ് കേട്ടോ പറയുന്നത്. അങ്ങനത്തെ കുറെ ബൈക്ക് എടുത്ത് ചുറ്റുന്ന കുറെ ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി സത്യത്തിൽ രാജസ്ഥാനാണ് കേട്ടോ ഓർമ്മ വരുന്നത് ഇതെല്ലാം കാണുമ്പോ. ഞാൻ ഇതിനു മുമ്പ് വേറൊരു കാര്യം ഞാൻ എക്സ്പീരിയൻസ് ചോദിച്ചു പറഞ്ഞുതരാം. അതായത് നമ്മുടെ കോവിഡ് സമയത്തൊക്കെ മലയാളികളുടെ ഒരു ഹെൽപ്പ്, വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു കേട്ടോ ഇവിടെ. കോവിഡ് സമയത്ത് നേഴ്സന്മാരൊക്കെ വഴി ഇവിടെയുള്ള മാൾട്ടി സിറ്റിസനെയൊക്കെ ധാരാളം സഹായിച്ചിട്ടുണ്ട്. ധാരാളം മലയാളികൾ നേഴ്സിംഗ് ഫീൽഡിൽ മലയാളികൾ പ്രസിദ്ധമാണല്ലോ. പിന്നെ ഫിലിപ്പീനികളും ആക്ച്വലി നേഴ്സിംഗ് ഫീൽഡിൽ ലോകത്ത് കുറച്ച് പ്രസിദ്ധമാണ് കേട്ടോ. അപ്പോ ബ്രോന് എന്താ ഉണ്ടായ അനുഭവം പറയും ബ്രോ. എന്താ ബസ്സിൽ വെച്ചുണ്ടായതാ? ബ്രോ ഇവിടെ വന്നിട്ട് എത്ര ദിവസം ആയപ്പോഴാ? അല്ല, ഞാൻ റീസെന്റ് ആയിട്ടുണ്ടായ അനുഭവം. റീസെന്റ് ആണോ? ഒരു 2 ആഴ്ച മുമ്പ് ഇങ്ങനെ ബസ്സിൽ വരുമ്പോഴത്തേനും ഒരു അമ്മയും കൊച്ചും വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് സീറ്റിൽ തന്നെ മാറി കൊടുത്തു. വേറെ ആരും മാറി കൊടുത്തില്ല? അപ്പത്തേനും ഇവിടുത്തെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു മാൾട്ടി സിറ്റിസൺ എന്നെ ഇങ്ങനെ തോണ്ടി വിളിച്ചിട്ട് താങ്ക് യു കേരള പറഞ്ഞു. അവർക്കറിയാം നമ്മള് മലയാളികളാണ്, അവരങ്ങനെ ചെയ്യുവോളെന്നുള്ളൊരു ഇതുണ്ട്, നമുക്ക് കുറച്ചൊരു വിലയുണ്ട്. അതെ അതെ, ആ വില അതുപോലെ നിലനിൽക്കട്ടെ. കാരണം പൊതുവെ നമ്മളെ രാജ്യം വലുതായത് കൊണ്ടും നമ്മുടെ രാജ്യത്തിന്റെ അയൽവാസികളും എല്ലാരെയും നമ്മൾ ഒറ്റ രാജ്യമായിട്ടാണ് പല ആളുകൾ കണക്കാക്കുന്നതുകൊണ്ട് ആരെന്ത് ചെയ്താലും, ഇപ്പൊ പാകിസ്ഥാനികളോ ബംഗ്ലാദേശുകാരോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനക്കാരോ എന്തെങ്കിലും ചെയ്താലും എല്ലാ കുറ്റവും വരുന്നത് ഇന്ത്യക്കാരുടെ മണ്ടയിലാണ് കേട്ടോ. ഇപ്പൊ ബംഗ്ലാദേശ് ചെയ്താലും അത് ഇന്ത്യക്കാരുടെ മണ്ടയിലാണ് വരുന്നത്. അപ്പോ അതാണ് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും കേട്ടോ. എല്ലാവരും അവര് കാണുന്നത്. ഇപ്പൊ ടിക്ടോക്കിൽ തന്നെ നമുക്ക് കാണാം, ബംഗ്ലാദേശിലെ ഒരു സ്ട്രീറ്റിൽ ഒരു മോശം കാര്യം എടുത്താലും അവര് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഒരു സ്ട്രീറ്റ് ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും, അവര് പോയി എടുത്തതല്ലായിരിക്കും, അവര് റീഷെയർ ചെയ്യുന്നതായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത്, അതായത് കേരളക്കാര് മുമ്പ് മാൾട്ടീസിനെ വളരെ സഹായിച്ചിട്ടുണ്ട് മുമ്പ് കോവിഡിന്റെ സമയത്തൊക്കെ ഉള്ളത്. അതുകൊണ്ട് പല മാൾട്ടീക്കാർക്കും കേരള എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അവർക്ക് ഇഷ്ടമാണ്. കേരളത്തിനെ പ്രത്യേകിച്ച് അറിയുകയും ചെയ്യാം കേട്ടോ. അപ്പൊ അതാണ് ഞാൻ ബ്രോന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു തന്നത്. നമ്മൾ താണ്ടെ കടലിന്റെ ഒരറ്റത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും ധാരാളം ടൂറിസ്റ്റുകളാ. അതാ ആ ഭാഗത്ത് നോക്കി, ഇവിടെ നല്ല ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇതാ ഈ കാണുന്നത് നമ്മുടെ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയുള്ള പ്രൊഫഷണൽസ് ആണ് കേട്ടോ. ഇവർക്ക് സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോയിട്ട് വരുന്നവരാണ് കേട്ടോ. ഇവരുടെ പാസഞ്ചേഴ്സിനെയൊക്കെ കൊണ്ട് തന്റെ കോട്ട് ബൈക്സ് പിന്നെ ഇതുപോലുള്ള വണ്ടികളിലൊക്കെ ഇവർ പലയിടത്തും കൊണ്ടുപോയി കറക്കിയിട്ട് വരുന്ന ട്രിപ്സൊക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്ന സ്ഥലത്ത് ഒരു ചാപ്പല്, ചെറിയൊരു പള്ളി കേട്ടോ. വണ്ടിക്ക് എന്തോ പറ്റി, വണ്ടി അതിലിടിച്ച് കയറ്റി കേട്ടോ എൻ്റെ അമ്മ. പിന്നെ ഇവിടെ ബീച്ചിൽ പോകുന്ന ആളുകൾക്ക് വേണ്ടി കുറച്ച് തുണികളും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ചെറിയ കടകളൊക്കെയാണ്. മലയുടെ മുകളിൽ കൂടെ കൊണ്ടുപോകുന്ന ജിപ്സി സവാരിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കൊള്ളാം കേട്ടോ. ഇവിടെ മാൾട്ടയിൽ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടി വരാൻ പറ്റിയ എനിക്ക് തോന്നുന്നു നല്ലൊരു സ്ഥലം കേട്ടോ. യൂറോപ്പിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇനിയും പെട്ടെന്ന് വരുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം മാൾട്ടയാണ് ബ്രോ. സത്യം പറയാലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഞ്ഞു സ്ഥലം, പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാം. അധികം ബോറടിക്കില്ല. കമ്പനിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒറ്റയ്ക്ക് വന്നാൽ ബോറാണ്. ഒറ്റയ്ക്ക് വരരുത് കേട്ടോ. പക്ഷെ നമ്മൾ കുറെ നാൾ താമസിച്ച് കഴിയുമ്പോഴത്തേനും നമുക്കത് ഇതാവത്തില്ല. കുറെ നാളാവുമ്പോഴത്തേനും, കാരണം വേറെ ഒന്നും ഇല്ലല്ലോ, കടലും ഇതും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോഴത്തേനും വിന്റർ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് അധികം പുറത്തിറങ്ങാൻ പറ്റുമല്ലോ, ഭയങ്കര കാറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീടിനുള്ളിൽ തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു വിന്ററിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ക്ലൈമറ്റ് വെച്ച് ഓക്കെയാണ്. ഇവിടെ അത്ര തണുപ്പ് വരില്ല. കാറ്റാണ് ഭയങ്കരമായിട്ട്, കാറ്റല്ലേ. കടലിന്റെ നടുക്ക് കിടക്കുന്നതുകൊണ്ടുള്ള കാറ്റ് ധാരാളം വരും. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവരെല്ലാം തന്നെ ഡ്രസ്സും സംഭവങ്ങളും എടുത്ത് ബീച്ചിൽ കളിക്കാനും കുളിക്കാനൊക്കെ പോകുന്ന ഒരു കാഴ്ചയാണ്. നമ്മളിവിടെ പോകുന്നത്, ഇവിടെ ഒരു ചെറിയൊരു നമ്മുടെ ബീച്ചിൻ്റെ അടുത്തായിട്ട് ഇവിടെ ഒരു ചെറിയ ബോട്ടിൽ പോയിട്ട് നമ്മളെ ഒന്ന് അപ്പുറത്ത് ഗുഹയിൽ കൊണ്ടുപോയി കാണിക്കുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇവിടെ ഒരു ചേട്ടൻ്റെ ഒരു ആൻറ്റിക് കളക്ഷനും വിൽപ്പനയൊക്കെയാണ് കേട്ടോ. അവിടെ നമ്മുടെ ഓമും പിന്നെ ഇവിടെ നമ്മുടെ സരസ്വതി ദേവിയാണ് കേട്ടോ. സരസ്വതി ദേവിയുടെ ഒരു ചിത്രം കേട്ടോ. നമ്മുടെ ഗണപതിയെ ഇവിടെ കാണാൻ സാധിക്കും. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ഒരു സ്പിരിച്വൽ ഫാനാണെന്ന് തോന്നുന്നു കേട്ടോ.
അതുകൊണ്ടായിരിക്കണം. ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഈ സാധനത്തിന് എത്ര? ഈ സാധനത്തിന് 12 യൂറോ, അതായത് 1200 രൂപയ്ക്ക് അടുപ്പിച്ച് വരും കേട്ടോ. പുള്ളിക്കാരൻ 10-50 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 1200 രൂപയ്ക്ക് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് വിൽക്കും അല്ലേ? ഇവിടെ നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. 5 യൂറോയ്ക്ക് നമ്മളെ ബോട്ടിൽ ടണൽ വഴി നമ്മുടെ ഗോസോയിലെ ബ്ലൂ ഗ്രോട്ടോ, അതായത് ഒരു നീല ഗുഹയിൽ കൊണ്ടുപോയിട്ട്, നീല ഗുഹയല്ല ഗുഹ, അവിടെ ഒരു ചെറിയൊരു വെള്ളം, അവിടെ ഒരു വെള്ളം, ഇത് പോയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു അപ്പ് സൈഡ് നമ്മൾ കാണുന്ന ഒരു ചെറിയ ഇതാണ് കേട്ടോ. അങ്ങോട്ട് പോകുന്ന ഒരു ചെറിയൊരു ട്രിപ്പ്, അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല ഇവിടെ. ഈ കാണുന്ന ബോട്ടിലാണ് കേട്ടോ നമുക്ക് പോകുന്നത്. 500 രൂപയാണ് ഒരാൾക്ക് തല ഹെഡ്. യൂറോ കൺവേർട്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. കാരണം യൂറോ ഇപ്പൊ 97 ഒരു യൂറോയ്ക്ക് 92. 104 എന്റെ പള്ളി 104 ഒരു യൂറോ 104 രൂപ കേട്ടോ. ഇതൊക്കെ എപ്പോഴാ? എന്റെ അമ്മോ. നമ്മുടെ ബോട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് ബോട്ട് സ്റ്റേഷൻ, ആ കാണുന്നത് നമ്മുടെ ഗുഹയുടെ അവിടെ ഒരു ഓട്ടം ഉണ്ടോ, ആ ഓട്ടയിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അവരൊക്കെ പോയിട്ട് വരുന്നതാണ് കേട്ടോ. യെസ് എല്ലാരും കളറാക്ക്, പാട്ടുപാട്, സൗണ്ട് ഉണ്ടാക്ക്. എന്താണ് ഇങ്ങനെ? വാവ്, നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് നാച്ചുറൽ ഗ്രോട്ടോയാണ്, നാച്ചുറൽ ഗുഹയാണ് കേട്ടോ. നല്ല തണുപ്പ് കേട്ടോ ഇതിൻ്റെ അകത്ത് കയറിയപ്പം. ഓ കൊള്ളാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൂടെ ആളുകൾ നീന്തിയൊക്കെ പോവാറുണ്ട്, പക്ഷെ ഡേഞ്ചറസ് ആണ് കുറച്ച്. Go speed brother. അടിപൊളി കേട്ടോ. നമ്മൾ അപ്പുറത്തെ സ്ഥലത്തെത്തി, ഇപ്പുറത്തെ സ്ഥലത്തെത്തി. വാവ്, നീല കളർ വെള്ളം കേട്ടോ, നല്ല രസമുണ്ട്. ഒരു 15 മിനിറ്റ് റൈഡിനാണ് കേട്ടോ. അവർ പെർ ഹെഡ് 500 വെച്ച് വാങ്ങിച്ചിട്ട് നമ്മളൊന്ന് കൊണ്ട് കറക്കി അതിലേക്കൂടെ തിരിച്ചു പോകും. ഇവിടെ എല്ലായിടത്തും ഇതുപോലെ കുറേ ഗുഹകളാണ് കേട്ടോ. അവിടെ ഒരു ഗുഹ ഉണ്ട്, അങ്ങോട്ട് പുള്ളി കൊണ്ടുപോകുന്നു എന്ന് തോന്നുന്നു. ഈ കാണുന്ന ഭാഗത്ത് ഫുള്ള് കോറൽസ് ആണ് കേട്ടോ. അടിയിൽ ഏകദേശം 15 മീറ്ററോളം താഴ്ഭാഗമാണ്. ഇതിൻ്റെ അടിയിൽ ഓറഞ്ച് കളറിൽ അവിടെ എന്തോ കാണുന്നുണ്ട്, അത് കോറൽസാ അവിടെ കേട്ടോ. ഇവിടെ ഫുള്ള് കേട്ടോ തീ പോലെ കേട്ടോ, ഓറഞ്ച് കളറിൽ കോറൽസ് കേട്ടോ. ഈ ക്യാമറയിൽ കാണാൻ പറ്റൂല എന്നേ ഉള്ളൂ. മണ്ണെണ്ണ ശരിയെന്നല്ലേ, കറക്റ്റ് മണ്ണെണ്ണ പോലെ കേട്ടോ. തറയില് മണ്ണെണ്ണയിൽ നീന്തുന്ന ബോട്ടോ. ഇവിടെ ഫുള്ള് അവിടേക്ക് ഓറഞ്ച് കേട്ടോ, ഓറഞ്ച് കോറൽസ്. നമ്മളിനി തിരിച്ചിറങ്ങുന്നു. ആ ചേട്ടൻ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറയുന്നു, അവിടെ നിന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്നില്ല. അവിടെ കുറേ ആൾക്കാർ പോയിട്ട് സ്കൂബ ഡൈവിങ് ചെയ്യുന്ന കാഴ്ചയാണ് കേട്ടോ. ആ ഒരു ഭാഗത്ത് കോറൽസ് ഒക്കെ കാണാനായിട്ടെ. അങ്ങോട്ട് നമ്മുടെ തലയോട്ടി പോലെ കേട്ടോ. അതാണ്ട് 2 കണ്ണ്, ഒരു വാ, തലയോട്ടി പോലെ. ഇവിടെ ഫുള്ള് വ്ളോഗേഴ്സ് ആണ്. അവിടെ ഒരാൾ വ്ളോഗ് ചെയ്യുന്നു, ഞാൻ വ്ളോഗ് ചെയ്യുന്നു, നിങ്ങൾ വ്ളോഗിങ് പഠിക്കുന്നു, ശിഷ്യന്മാർ. നമ്മുടെ ട്രിപ്പ് തീരാറായി. ഇവിടെ വന്നപ്പോൾ കോറൽസിന്റെ കളർ ഓറഞ്ച് അല്ല കേട്ടോ, വേറെയാണ്. ഒരു മജന്ത കളർ. ഇതാ ഇവിടുത്തെ കോറൽസിന്റെ കളർ കണ്ടോ. പുള്ളിക്കാരൻ നമ്മളെ കറക്കി കാണിച്ചു തരുമോ? അതാ ഇവിടുത്തെ ഇവിടെ നോക്കിക്കോളേ. വേറൊരു റെഡിഷ് കളർ കേട്ടോ ഇവിടുത്തെ കോറൽസിന്. ഇവിടെ വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കളർ നോക്കിക്കേ. ഇവിടുത്തെ കളർ വ്യത്യാസം കണ്ടോ ഈ ഒരു ഭാഗത്ത്. അവിടെ ഒരു പുള്ളി സ്പൈഡർമാനെ പോലെ വലിഞ്ഞ് കയറുവാണ് കേട്ടോ, ചാടാൻ വേണ്ടി. നമ്മുടെ 15 മിനിറ്റിനുള്ള ടൂറ് കഴിഞ്ഞു. നമ്മളിനി തിരിച്ച്
പോയിട്ട് നമ്മളിനി അടുത്ത ബോട്ട് എടുത്ത് നമ്മുടെ കൊമീനോ ഐലൻഡിലോട്ട് പോവാണ് കേട്ടോ. നടുക്ക് കണ്ട ചെറിയ ബോട്ടില്ലേ, നമ്മൾ തിരിച്ച് നമ്മുടെ ഇവിടുത്തെ ഗോസോ ഐലൻഡിന്റെ ബോട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സോറി, മറീനയിലോട്ട് വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ഇവിടുത്തെ പ്രമുഖ ബ്രാൻഡായിട്ടുള്ള SFCയിൽ പോയിട്ട് ഇവര് ചിക്കൻ റോൾ വാങ്ങിച്ചു കേട്ടോ. ചിക്കൻ റോളാ ഇത് റാപ്പ് ഷവർമ റാപ്പ് പോലെ സാധനം കേട്ടോ. മാനേജർ പുള്ളി SFCയിൽ വർക്ക് ചെയ്യുന്നു, പുള്ളി ഡൊമിനോസിൽ, പുള്ളി മെക്ഡി. പുള്ളിക്ക് ജോലിയില്ല അല്ലേ? ഇലക്ട്രിക്കിന്റെ സോറി. പിന്നെ ഇവര് എന്തൊക്കെയാ ജോലി കേട്ടോ. ജോലിയൊന്നുമില്ല, ഇതൊക്കെ തന്നെ ജോലി. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ യോട്ടിന്റെ സ്ഥലം. ഇവിടെ നിന്നാണ് നമ്മൾ ഇനി വല്ല വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ അപ്പുറത്തെ ഐലൻഡ്. 5, 10, 15, 20, 25, 30, 45 We'll come euros. again, discount. Oh no, I give you 5 euro discount per ticket. Last time, bro, you don't have. Please, 10 Please, euro. bro, please. Oh, come on. Why you don't like that to me? Don't make me stress. പിന്നെ 5 നമ്മൾ അവസാനം ബാഗും എടുത്ത് വണ്ടിയൊക്കെ കൂട്ടിയല്ലോ. ബാഗും എടുത്ത് നമ്മൾ കൊമീനോ ഐലൻഡിൽ പോവാണ്. ഇവിടെ പബ്ലിക് ഫെറി ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഒരു പ്രൈവറ്റ് ഫെറി പുള്ളിക്കാരൻ വന്നു. ലാസ്റ്റ് പുള്ളിക്കാരെ 8 euro ആണ് പെർ ഹെഡ് പറഞ്ഞത്. എന്നിട്ട് പുള്ളി മാറിയാ. ഞാൻ കുറേ പേരുണ്ട്. ലാസ്റ്റ് പുള്ളിക്കാരന് ഒരാളിൽ നിന്ന് 10 euro വാങ്ങിച്ച് നമ്മൾ ബാർഗെയിൻ ചെയ്ത് തുടങ്ങി. ബാർഗെയിൻ ചെയ്ത് നല്ല പ്രൈസ് ആക്കിയതാ. പുള്ളിക്കാരൻ പറ്റിച്ചോട്ടോ വന്നിട്ട് തേച്ചു. നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി, പറ്റൂലെന്ന് പറഞ്ഞാൽ മതി. പുള്ളിക്കാരൻ തേയുമായിരുന്നു. അതെ, നമ്മളങ്ങനെ മാൾട്ടക്കാരനെ കൊണ്ട് പ്ലീസ് പറയിപ്പിച്ചു കേട്ടോ നമ്മളടുത്ത്. ഇതാണ് ഇവരുടെ ബോട്ട്. ഇവർ കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഉള്ള പ്രൈവറ്റ് ബോട്ടുകൾ. ഇതാ കുറേ ആൾക്കാർ അവിടെ കയറുന്നുണ്ട് അതുവഴി. ഈ കാണുന്നതാണ് 15 euro എന്ന് പറഞ്ഞിട്ട് നമ്മൾ. ഇത് മഗ്രാർ ഗോസോ ടു കൊമീനോ ആണല്ലോ. ഗോസോ ടു കൊമീനോ ആണ് 15 euro. പുള്ളി പറ്റിക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന്. ഇത് ഗോസോ സോറി എന്റെ തെറ്റാ. സോറി, വളരെ തെറ്റിപ്പോയി. യെസ്, 15 euro ടിക്കറ്റ് നമ്മൾ ഒരാൾക്ക് 10 euro വെച്ച് ഓക്കെ റെഡിയാക്കി. ഇതിനെന്താ പൈനാപ്പിൾ കയറ്റുന്നു നമ്മുടെ ബോട്ടില്. മാൾട്ടീസ് സംസാരം കേട്ട ഒരു മിക്സ് ആണ് കേട്ടോ ഇവര് സംസാരിക്കുന്ന. വേണോ അവരെയും കയറ്റാം. നമ്മള് ബോട്ടിൽ കയറി 15 euro എടുത്തിട്ട് പറ്റിക്കപ്പെട്ടു കേട്ടോ. പാവം ഹോങ്കോങ്കാരാണ് കേട്ടോ. നമ്മൾ 10 euro. നമ്മള് 10 euro. എട്ടെന്നാ പറഞ്ഞത്, പറ്റിച്ചതാ. കള്ളനാണ് കേട്ടോ പുള്ളി. അതിൻ്റെ ഇടയിൽ പൈനാപ്പിള്. ദാറ്റ് ഈസ് പൈനാപ്പിൾ റൈറ്റ്? പുള്ളിക്കാരൻ പറഞ്ഞു പൈനാപ്പിൾ അല്ല. യെസ് യെസ് യെസ്. നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ആ കാണുന്നത് വലിയ കപ്പൽ നമ്മുടെ മെയിൻ ഐലൻഡിലോട്ട് പോകുന്നത്. നമ്മുടെ യാത്ര തുടങ്ങി. നമ്മൾ പോയിട്ട് തിരിച്ച് ഇതിലോട്ടാണ് കേട്ടോ വരുന്നത്. നിങ്ങൾ വരുവാണെങ്കിൽ ബാർഗെയിൻ ചെയ്യണം കേട്ടോ. നമ്മളെ ഇന്ത്യക്കാരുടെ തനി സ്വരൂപം പുറത്തെടുത്ത് ബാർഗെയിൻ ചെയ്യണം. ഹോങ്കോങ്ങുകാരെ പോലെ വെറുതെ 15 euro കൊടുക്കരുത്. ഇവിടെ വേറൊരു കപ്പലാണ് കേട്ടോ, ചെറിയൊരു ബോട്ട്. ആളുകളൊക്കെ കാലുമിട്ട് പുറത്തിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ തിരക്ക് നോക്കിക്കേ എൻ്റെ അമ്മതാ. ഫുള്ള് തിക്കും തിരക്കും ആളുകളും. ഇനി ഈ ബോട്ട് തന്നെ അവിടെ നിന്ന് ആളുകളെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും. അവിടെ വേറെ വലിയ ബോട്ടാണ്. നമ്മളങ്ങനെ പുറത്തോട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഇവിടെ ഓൾറെഡി ആളുകൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ കുറേ പേരുണ്ട്. Yeah, nice to meet you too, man. Yeah. ഇവിടെ ഓൾറെഡി കുറേ ആൾക്കാരുണ്ട് കേട്ടോ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ആളുകൾ നോക്കിക്കേ, ടൂറിസ്റ്റ് ഭയങ്കര തിരക്ക് കേട്ടോ. ഇതാണ് ബ്ലൂ ലഗൂൺ എന്ന് പറയുന്ന ഒരു ഏരിയ. ഇവിടെ നമുക്ക് നീന്താനും നീന്തി കളിക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. തിരക്ക് പോയിക്കേ, ഭയങ്കര ആളുകൾ കേട്ടോ. വിചാരിച്ചതിനെയും കാട്ടി ഓൺലൈനിൽ അത് തന്നെ ബ്രോ, അത് കാണിച്ചാൽ മതി. മെയിൽ വരാണ്. നമ്മൾ മെയിൽ അഴക്കിയിട്ട് കാണിച്ചു കൊടുക്കണം കേട്ടോ ഇവർക്ക്. QR സ്കാൻ ചെയ്യാൻ വേണ്ടി എന്തോ.
not you. You wanna say hi? No, no. പുള്ളിക്കാരി സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, കുറേ നേരമായി. യെസ്. ഓ, നമുക്ക് കയ്യിൽ ഇത് തരും കേട്ടോ, ഈ സാധനം നമ്മൾ കയ്യിൽ കെട്ടാൻ വേണ്ടി. കണ്ടില്ലേ? യപ്പ്, താങ്ക് യു. ഇതാണ് കേട്ടോ, ഇത് കയ്യിൽ കെട്ടിയ വെള്ളത്തിൽ നനഞ്ഞു പോവും. ആക്സസ് ടു ബ്ലൂ ലഗൂൺ, അതാണ് കേട്ടോ. നമുക്ക് ഇവിടെ വരുമ്പോൾ പൈസയൊന്നും കൊടുക്കണ്ട. എൻ്റെ അമ്മ, ഇതെന്ത് തിരക്ക് നോക്കിക്കേ, തിക്കും തിരക്കും. ഫുള്ള് ടൂറിസ്റ്റാണ് കേട്ടോ നീന്താൻ വേണ്ടി വരുന്നത്. പിന്നെ നമ്മൾ വേറെ പൈസ കൊടുത്താൽ നമുക്ക് വേറെ വാട്ടർ ടാക്സികൾ, വേറെ സംഭവങ്ങൾ, വേറെ ആക്ടിവിറ്റീസൊക്കെ അവൈലബിൾ ആയിട്ട് ഇവിടെ ഉണ്ട്. ഇത് നോക്കിയേ, ഇവിടുത്തെ തിരക്ക് കണ്ടോ, ഫുൾ ആളുകൾ ബീച്ചിൽ കളിച്ചിരിക്കുവാണ്. ഇവിടെ കുറേ ഇതുപോലുള്ള ചെറിയ കടകൾ, ഇതാ പൈനാപ്പിൾ കടകൾ ധാരാളം ഉണ്ട്. നമ്മളിനി അങ്ങോട്ട് പോട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ ഫുള്ള് തിരക്ക് കേട്ടോ. ആളുകൾ കസേരയും ഇതും കൊണ്ടുവന്നതാ ഇവിടെ ഇരിക്കുന്നു. ഇങ്ങോട്ട് നമുക്ക് നീന്താം. ഇതാണ് കേട്ടോ നമ്മുടെ ബ്ലൂ ലഗൂണ്, ഫുള്ള് ബ്ലൂ ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് കമീനോ ഐലൻഡ് ഇത്ര ടൂറിസ്റ്റിക് ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇവർ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ തിരിച്ചു പോകണം. ഇവിടെ പ്രൈവറ്റ് ആയിട്ട് വന്ന് നടക്കുന്ന ബോട്ട്, പിന്നെ അല്ലാതെ പ്രൈവറ്റ് യോട്ടുകളൊക്കെയാണ് ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഫുൾ ആളുകൾ ഇന്നിട്ട് സൺസെറ്റ് ആസ്വദിക്കാനും, എന്താ പറയുക, ബീച്ച് ഈ മലകളിലൊക്കെ ഇങ്ങനെ കയറി നടന്ന് ഇവിടെയൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ താഴോട്ട് പോയിട്ട് ചാടാനാണ് കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ അഴിച്ചു തുടങ്ങി. ഇതാ, നിങ്ങൾ വരുന്നില്ലേ? രാമനും സീതയും വരുന്നില്ല? വാ. ഞാൻ വിചാരിച്ചു ഞാനാണ് ലോകത്തിലെ ഏറ്റവും വെള്ളത്തിലെ പേടുത്തുണ്ടെന്ന്. വാ ബ്രോ, വരൂന്നേ. വാ, ചാടിക്കോ ബ്രോ, ചാടിക്കോ ബ്രോ, കമാൺ, വാ വാ വാ, പെട്ടെന്ന് പെട്ടെന്ന് ചാടി ചാടി ചാടി. തള്ളല്ലേ. പുള്ളി പോയി. ശരിയല്ലേ? എനിക്ക് വയ്യ. വെള്ളത്തിൽ ഇറങ്ങി ഓണായ ആഴുണ്ടാ. അവിടെ നിന്നില്ലേ, അങ്ങനെ അവര് വെള്ളത്തിൽ വന്നില്ലോ. ഇവിടെ നല്ല ചറുക്കുന്നു കേട്ടോ. നമ്മളെല്ലാരും വെള്ളത്തിൽ ഇറങ്ങി ഇനി കുളിക്കാൻ വേണ്ടി പോകുന്നു. ഞാനൊന്ന് കടലിൽ മുഴുവൻ ഉപ്പുവെള്ളമാണല്ലോ പഠിച്ചാൽ. ഞാൻ ഇനി ക്യാമറ കൊണ്ട് വെച്ചിട്ട് ഞാൻ ഒന്ന് നീന്തട്ടെ. നമ്മളങ്ങനെ പുറത്തോട്ട് വന്നു. പുറത്തല്ല, നമ്മൾ തിരിച്ച് കരയിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ ഗോസോ കരയിൽ പോയിട്ട് വണ്ടി എടുത്തിട്ട് മാൾട്ട ഐലൻഡിലോട്ട്, പ്രധാന ഐലൻഡിലോട്ട് പോവുകയാണ്. ഞാൻ ഇന്ന് ഗോസോ ഐലൻഡിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ തിരിച്ച് അവരുടെ ഐലൻഡിൽ പോയിട്ട്, നിങ്ങളുടെ ഐലൻഡിൽ പോയിട്ട് അവരുടെ വീട്ടിലോട്ട് തിരിച്ച് പോകും കേട്ടോ. അതാണ് എൻ്റെ പ്ലാന്. ഈ കാണുന്ന ബോട്ടിൽ കുറേ, ഓൾമോസ്റ്റ് ഇവിടെ മറ്റേ ചാകര പോലെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അവരെല്ലാവരും പോയി കേട്ടോ. ഓൾമോസ്റ്റ് കുറേ ആൾക്കാരൊക്കെ ഇവിടെ സൺസെറ്റൊക്കെ കണ്ടിരിക്കുന്നത് ഈ പ്രൈവറ്റ് ബോട്ടിൽ വന്ന കുറേ ആളുകളൊക്കെയാണ്. നമ്മൾ വന്നത് ഇതുപോലത്തെ ബോട്ടുകളിലാണ് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ സൂര്യൻ അസ്തമിക്കാറായി. നമ്മുടെ സ്വന്തം ബോട്ടാണ്, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ സൗണ്ട് പോയാട്ടോ, സംസാരിച്ച് പാവം. വേറെ കമ്പനി അല്ലേ? വേറെ കമ്പനിക്കാരിൽ നിന്ന് അവർ $5 വെച്ചു. ഓ, ഇവരൊക്കെ വേറെ കമ്പനിയിൽ വന്നാണ് കേട്ടോ. അവരെ നിന്ന് $5, €5 അവർ സെപ്പറേറ്റ് വാങ്ങുന്നുണ്ട് കേട്ടോ. എൻ്റെ ഷൂസ് ഇളവൊന്നുമില്ല. നമ്മുടെ സൺസെറ്റ്
നമ്മളെ ഇവര് ഗുഹ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. ഗുഹയിൽ നീന്തുന്ന ആൾക്കാരെയൊക്കെ കാണാം. ഇതൊക്കെ പ്രൈവറ്റ് ബോട്ടിൽ വന്ന ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ടാണ് അവർക്ക് ഗുഹയുടെ അപ്പുറത്ത് പോയാൽ നമ്മൾ വന്ന സ്ഥലത്ത് കാണാൻ സാധിക്കും. ഈ കാണുന്ന കുറച്ച് ഗുഹകളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ കൊണ്ടുവന്നത്. അവിടെ സൺസെറ്റ് ഓൾമോസ്റ്റ് ആയി. നിങ്ങൾ വരുവാണെങ്കിൽ 15 യൂറോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാം കേട്ടോ. 15 യൂറോ എന്നാണ് അവർ ടിക്കറ്റിൽ എഴുതിയിരുന്നത്. പക്ഷെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് 10 യൂറോയ്ക്കാണ് വന്നത്. നിങ്ങൾ ഈ ഒരു ഐലൻഡിലോട്ട് വരുന്നെങ്കിൽ നിങ്ങൾക്കും ബാർഗെയിൻ ചെയ്യാം. കുറേ ഇതുപോലുള്ള സംഭവങ്ങൾ കുറേ ഇതുണ്ട് കേട്ടോ. ഇവിടെ കുറേ കേബിൾ. നമ്മൾ അടിച്ചു പൊളിച്ചു കേട്ടോ. സത്യം പറയാലോ, ഇവർ വിചാരിക്കും ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് വെള്ളത്തിൽ ഫോബിയാണെന്ന് കേട്ടോ. പക്ഷെ ഞാൻ ഇന്ന് നല്ലതുപോലെ അത്യാവശ്യം നീന്തി. ഇവർ വിചാരിച്ചു ഞാൻ കള്ളം പറയുന്നേന്ന്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണെന്ന്. പക്ഷെ ഇന്ന് ഞാൻ അത്യാവശ്യം നല്ലതുപോലെ നീന്തിയിട്ടുണ്ട് കേട്ടോ. അല്ലേ ബ്രോ? വൈ എന്ന് അറിഞ്ഞൂടാ എന്ത് എന്തുകൊണ്ട്. അതെ നിങ്ങളാണ് അതുകൊണ്ട് അവര് വെള്ളത്തിൽ ഇറങ്ങാതെ എന്നെ പ്രോത്സാഹിപ്പിക്കാതെ ഇരുന്ന അവരും കാരണമാണ് കേട്ടോ. രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങൂല കേട്ടോ. അതോ കപ്പിൾ വ്ളോഗേഴ്സ് ആണ് കേട്ടോ. രാമൻ കൃപ അല്ലേ? രാംചു കൃപയാണ് കേട്ടോ ഇവരുടെ യൂട്യൂബ് ചാനല്. ഇവര് അന്ന് മേഘാലയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. പിന്നെ നിർത്തിയെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഗ്യാപ്പിട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ.